നമസ്കാരം. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഹയർ സൈഡിൽ നിന്നും പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും ഇൻഡെക്സ് 0.35% ഇടിഞ്ഞ് 21,665 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. സെക്ടോറിയൽ ഇൻഡിസസ് പരിശോധിച്ചാൽ ഒട്ടുമിക്ക സെക്ടറുകളിലും സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. ബാങ്ക് നിഫ്റ്റി 1%, നിഫ്റ്റി IT 1.16% ഇടിഞ്ഞു. ഇന്നത്തെ ദിവസം സ്മാൾ ക്യാപ് മിഡ് ക്യാപ് സ്റ്റോക്കുകളും ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിച്ചാൽ 1248ഓളം സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. 1010ഓളം സ്റ്റോക്കുകൾ പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ന് നെറ്റ് സെല്ലർ സൈഡിലായിരുന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 1602 കോടിയുടെ ബൈയിങ് നടത്തിയപ്പോൾ DIS 1959 കോടിയുടെ സെല്ലിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. ഇനി ചില സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് അവന്യൂ സൂപ്പർമാർട്ട്. അവന്യൂ സൂപ്പർമാർട്ട് ഇന്ന് 0.65% ഉയർന്ന് 4091 ക്ലോസിംഗ് നൽകി. 2.67 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 114.21. 100 മുകളിൽ വാല്യൂഷൻ ഉണ്ടെങ്കിലും അവന്യൂ സൂപ്പർമാർട്ടിൻ്റെ PE ചാർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക് ലോ വാല്യൂഷൻ അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 4026. അവന്യൂ സൂപ്പർമാർട്ടിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വരുന്നതിന് മുന്നോടിയായിട്ടുള്ള ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നു. ഈ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. അവന്യൂ സൂപ്പർമാർട്ടിൻ്റെ റവന്യൂ കഴിഞ്ഞ വർഷത്തെ ഡിസംബർ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 17% ഉയർന്നു. 11,304 കോടിയിൽ നിന്നും റവന്യൂ 13,247 കോടിയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റോറുകളുടെ എണ്ണം 341ലേക്ക് എത്തുകയും ചെയ്തു. കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 685 കോടിയിൽ നിന്നും 623 കോടിയിലേക്ക് ഇടിഞ്ഞിരുന്നു. പ്രോഫിറ്റിൽ 9% ഇടിവാണ് വന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ റവന്യൂ കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ടിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ 6.39% ഉയർന്ന് 11,865 കോടിയിലേക്ക് എത്തിയിരുന്നു. ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ 10,638 നിന്നും 12,624 റവന്യൂ ഉയർന്നത്. എബിറ്റ 892 കോടിയിൽ നിന്നും 1005 കോടിയിലേക്ക് ഉയരുകയും എബിറ്റ മാർജിൻ 8% നിന്നും 8.4% എത്തുകയും ചെയ്തു. അവന്യൂ സൂപ്പർമാർട്ട് അല്ലെങ്കിൽ ഡിമാർട്ടിൻ്റെ ROE 16%, ROCE 20%-നടുത്ത് 52 വീക്ക് ഹൈ 4026. സ്റ്റോക്കിന് 4026. റീസെൻ്റ്ലി ഓപ്പറേറ്റിംഗ് മാർജിൻ 9% നിന്നും 8%-ലേക്ക് ഇടിഞ്ഞത് മൂലം കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ടിൽ 689 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 623 കോടിയിലേക്ക് ഇടിഞ്ഞു. 16,000 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 630 കോടി രൂപയുടെ കടം മാത്രമേ ഉള്ളൂ. പ്രൊമോട്ടേഴ്സിന് 74.64% സ്റ്റേക്ക് ഹോൾഡിങ്ങും FISന് 7.67% സ്റ്റേക്ക് ഹോൾഡിങ്ങും DISന് 8.25% സ്റ്റേക്ക് ഹോൾഡിങ്ങുമാണ് ഈ സ്റ്റോക്കിലുള്ളത്. FIS അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 8.17 നിന്നും 7.67ലേക്ക് കുറച്ചിരുന്നു. അവന്യൂ സൂപ്പർമാർട്ട് എന്ന സ്റ്റോക്ക് ഒരു സമയത്ത് 5,500 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്ന സ്റ്റോക്കാണ്. അവിടെ നിന്നും 3,500ലേക്ക് ഇടിയുകയും 3,500 നിന്നും സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ വരികയും ചെയ്തു. സ്റ്റോക്ക് ഇപ്പോഴും 4,100 എന്ന റെസിസ്റ്റൻസിന് അടുത്തായിട്ടാണ്. ഇവിടെ നിന്നും ഒരു ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ 4,500, 4,750 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ സ്റ്റോക്ക് SRF ഇന്ന് 0.90% ഉയർന്ന് 2,490 ക്ലോസിംഗ് നൽകി. 73,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 42.57. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് SRF 2.5% റിട്ടേൺ ആണ് നൽകിയത്. SRFൻ്റെ 52 വീക്ക് ഹൈ 2,636. കഴിഞ്ഞ 6 മാസം കൊണ്ട് സ്റ്റോക്ക് 9%-നടുത്ത് പോസിറ്റീവ് റിട്ടേൺ നൽകി. SRFനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്, SRFൻ്റെ സബ്സിഡറി കമ്പനിയായ SRF ആൾടെക് എന്ന കമ്പനി ഒരു അലൂമിനിയം ഫോയിൽ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ആരംഭിച്ചു എന്നുള്ള അപ്ഡേറ്റാണ്. ഏകദേശം ഈ ഒരു അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് 1%-ഓളം ഉയരുകയും ചെയ്തു. ഈ അലൂമിനിയം ഫോയിൽ പ്രൊഡക്ഷൻ പ്ലാന്റ് ഉടൻ തന്നെ കമ്മീഷനാകാൻ പോവുകയാണ്. ഓവറോൾ ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിലാകാം SRF എന്ന സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. അതോടൊപ്പം തന്നെ പല ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകുന്നുണ്ട്. JM ഫിനാൻഷ്യൽ ബൈ എന്ന റേറ്റിംഗും 3,040 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. 28.4% അപ്സൈഡുള്ള ഓപ്പർച്യൂണിറ്റിയാണ് അപ്സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ് SRFൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 6 മാസം കൊണ്ട് സ്റ്റോക്ക് 8%-നടുത്ത് റിട്ടേൺ ആണ് നൽകിയത്. നിഫ്റ്റി 12% റിട്ടേൺ നൽകിയപ്പോൾ നിഫ്റ്റിയേക്കാളും മോശം പെർഫോമൻസ് ആണ് SRF കാഴ്ചവെച്ചത്.
SRFനെ സംബന്ധിച്ചിടത്തോളം 2150 ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. ഇവിടെ നിന്നും സ്റ്റോക്ക് 2490 ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും ഒരു ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ സ്റ്റോക്ക് 2750, 2800 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്